ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നേരിട്ടുള്ള തെളിവുകളില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി. തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടുവെന്നും കോടതിയുടെ നിരീക്ഷണം. വിധിയുടെ പകർപ്പ് റിപ്പോർട്ടറിന്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഏറെ വിവാദമുണ്ടാക്കിയ തന്ത്രിയുടെ അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കോടതിയുടെ പരാമർശങ്ങൾ. പ്രഥമദൃഷ്ട്യാ തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകളില്ലെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ വിലയിരുത്തൽ. തന്ത്രിക്ക് താന്ത്രികാധികാരങ്ങൾ മാത്രമാണുള്ളതെന്ന വാദം കോടതി അംഗീകരിച്ചു. ഭരണപരമായ മുഴുവൻ ചുമതലയും ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ദേവസ്വം ബോർഡിന്റെ നടപടികളിൽ ഇടപെടാൻ തന്ത്രിക്ക് കഴിയില്ലെന്നും കോടതി പറയുന്നുണ്ട്. അറസ്റ്റിലായി 90 ദിവസമായതോടെയാണ് 4 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് പിറകെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൂടി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകുമ്പോൾ അത് കേസിന്റെ ദുർബലാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം കോടതി വിധിക്കെതിരെ അധികം വൈകാതെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. റിപ്പോർട്ടർ, കൊല്ലം.